കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ എൻ്റെ 2 ദിവസത്തെ അനുഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാസർഗോഡ് മഴ നല്ല തിമിർത്ത് പെയ്യാണ്. അല്ലെങ്കിലും വീട്ടിലിരിക്കുമ്പോൾ മഴ ഒന്നും പെയ്യൂല. വീട്ടിൽ നിന്ന് എവിടെ പുറത്തിറങ്ങുമ്പോൾ അപ്പം മഴ പെയ്യും. നേരെ കാറെടുത്ത് ഞാനും അമ്മയും നേരെ സ്റ്റേഷനിലെത്തി. സ്റ്റേഷനിൽ നല്ല തിരക്കായിരുന്നു. കൂടുതലും ബംഗാളികളായിരുന്നു കേട്ടോ. ബംഗാളികൾ എന്തിനാ ചെന്നൈക്ക് പോണത്? അല്ല, ഇത് ചെന്നൈക്ക് പോണ ട്രെയിനാണ്. അതാലോചിച്ച് നിന്നപ്പോഴേക്കും ട്രെയിൻ വന്ന് നേരെ ട്രെയിനിൽ കയറി. ഒടുക്കത്തെ തിരക്ക്, സീറ്റൊന്നും കിട്ടിയില്ല കേട്ടോ. നിലത്താണെങ്കിൽ മൊത്തം വെള്ളവും, നിലത്തിരിക്കാനും പറ്റില്ല. നോക്കുമ്പോൾ നല്ല തിരക്ക്. അമ്മ എവിടെ കയറി ഇരുന്നിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള ബാത്റൂം ആയിരുന്നിട്ടാ. ഒരു 10 ഒരു 2 മാർക്ക് കൊടുക്കാം. എങ്ങനെ നോക്കിയിട്ട് സമയം പോകണില്ല. വണ്ടി നീങ്ങല്ലേ, നേരെ സിനിമ ഉണ്ട്. സിനിമ കഴിഞ്ഞപ്പോഴേക്കും കോഴിക്കോട് എത്തി. വെളുപ്പിനെ 3 മണിക്കാണ് നമ്മൾ കോഴിക്കോട് എത്തിയത്. പിന്നെ ഇവിടുന്ന് ബസ് 5:30 കേട്ടാ. അതുകൊണ്ട് തന്നെ ഈ സമയം നമുക്ക് ഇവിടെ വിശ്രമിക്കാനുള്ള ടൈമാണ് 2 മണിക്കൂർ. പക്ഷെ മഴ തകർത്തു പോയാണ്. ആകെ മടുപ്പായിട്ടാ. നേരെ പോയി ഒരു ചായ മേടിച്ച്, ഒരു കടിയും മേടിച്ച്, നല്ല വിശപ്പുണ്ടായിരുന്നു, അത് കഴിച്ചു. നല്ല മഴയായതുകൊണ്ട് നമ്മൾ ഓട്ടോയ്ക്ക് പോകാൻ തീരുമാനിച്ചിട്ടാ. 300 രൂപ വഴിയുണ്ട് മെഡിക്കൽ കോളേജിലോട്ട്. പോകുന്ന വഴിക്ക് എന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയി പോയി. പിന്നെ ഞാൻ ഓൺ ആക്കണത് 11 മണിക്കാണ്. അപ്പോഴേക്കും ഞങ്ങൾക്ക് അഡ്മിഷനൊക്കെ കിട്ടിയ. അഡ്മിഷനൊക്കെ കിട്ടി, പക്ഷേ ബെഡില്ല പോലും. അപ്പൊ വരാന്തയിൽ കിടക്കണമെന്നാണ് അവർ പറയണത്. എനിക്ക് അവർ പറഞ്ഞത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. നല്ല തിരക്കുണ്ട്, നല്ല ഓപ്പിയൊക്കെ കണ്ടിട്ട് ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ പോയതുകൊണ്ടാണ് പെട്ടെന്ന് കയറാൻ പറ്റിയത്. ഞങ്ങൾ നേരെ പോയി ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് പൊറോട്ട അടിച്ച്. ഉച്ച സമയം കൊണ്ട് അമ്മ ചോറും കഴിച്ച്, ഞാൻ പൊറോട്ടയും മുട്ടക്കറി കഴിച്ച്. കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു ആവറേജ് ഒരു 10 2 പേർക്ക് കൊടുക്കാം. ഇതാണ് ഞങ്ങളുടെ ബിൽഡിംഗ്. മെഡിക്കൽ കോളേജ് ഇങ്ങനെ പരന്ന് കിടക്കാട്ടോ. കുറേ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നമ്മളവിടെ അഡ്മിറ്റ് ആയി നമുക്ക് ഇതുപോലൊരു ബുക്ക് കിട്ടും. നല്ല രസമുള്ള ബുക്കാട്ടാ. ഇതാണ് ഗ്യാസ്ട്രോൻട്രോളജി. അതായത് ഈ വയറിന് പറ്റുന്ന അസുഖങ്ങളൊക്കെ ഇവിടെയാണ് വരിക. അതായത് വയറിളക്കം പിടിച്ചാലും ഇവിടെ തന്നെ വരണം കേട്ടോ. ലിഫ്റ്റിൽ കയറാൻ പോയപ്പോൾ അവിടെ സൂപ്രണ്ട് എന്തൊക്കെ എഴുതി വെച്ചേക്കണം. ഇതൊക്കെ ആരും നോക്കാനാണ് ഞാനൊരു വിഷയം എടുത്തത്. രാത്രി നല്ല ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് ഫുഡ് കഴിക്കാൻ. അതുകൊണ്ട് തന്നെ ആരും ഇല്ലട്ടെ. ലിഫ്റ്റൊക്കെ ഫുൾ കാലി. കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ഇവിടെ കുറെ അപകടങ്ങൾ നടന്നിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നത് ഓപ്പറേഷന്റെ സ്ഥലം മാറിപ്പോയി. ആള് മരിച്ചുപോയി. ഭയങ്കര പ്രശ്നമായി. കോപ്പി അടിച്ച് പാസ്സായിട്ട് ജോലി കയറിയാൽ ഇതുപോലെ ഇരിക്കും. ഒന്നുമല്ല, ഇതിനേക്കാളും വലുതൊക്കെ ഇവിടെ നടക്കാറുണ്ട്. പക്ഷെ പുറലോകം അത് അറിയാറില്ലെന്ന് മാത്രം. ഞങ്ങൾ നേരെ പോയി ഒരു ഫുഡ് കഴിച്ച് എന്നിട്ടൊരു ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം. പിന്നെ എന്നെ പോലുള്ളവർക്ക് ഇതുപോലെയൊക്കെ തന്നെയല്ലേ പ്രതികരിക്കാൻ പറ്റുള്ളൂ. ഉള്ളത് പറയാ. സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ. ഇതാണ് ഇവിടുത്തെ പുതിയ കാഷ്വാലിറ്റി. ഇവിടെയാണ് അന്ന് തീപിടുത്തൊക്കെ ഉണ്ടായതിട്ടാ. പുത്തൻ ബിൽഡിംഗ് ആണ്. ഡോക്ടറൊക്കെ എന്നെ ഇടയ്ക്കിടയ്ക്ക് കാണണം. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ പോവാറുണ്ട്. അപ്പൊ അവിടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പ്രശ്നം ഉണ്ടാവും. ബാക്കി ഞാൻ പാർട്ട് 2 ഇടാം. അപ്പൊ ബൈ.